നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ച് പടച്ച റബ്ബിനോട് സംസാരിച്ചു എന്നൊരു പേര് കിട്ടിയത് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കലീമാണ് എന്നതിൽ തർക്കമില്ല. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബ് മൂസ നബിയോട് സംസാരിച്ചിട്ടുണ്ട്. മൂസ നബി തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലാം കേട്ടിട്ടുണ്ട്. അക്ഷരങ്ങളില്ലാത്ത, ശബ്ദങ്ങളില്ലാത്ത, ഭാഗങ്ങളില്ലാത്ത, തുടക്കങ്ങളില്ലാത്ത, ഒടുക്കമില്ലാത്ത, എനിക്കും നിങ്ങൾക്കും നിരൂപിക്കാൻ കഴിയാത്ത, എങ്ങനെയെന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഈ കലാം കേട്ടിട്ടുണ്ട്. 10,000 മനുഷ്യരുടെ കേൾവിശക്തി നിങ്ങൾക്ക് നൽകിയതാണ്. സാധാരണ ഒരു മനുഷ്യന്റെ കേൾവിശക്തിയേക്കാൾ 10,000 ഇരട്ടി കേൾവിശക്തി എന്നതിനാലാണ് നിങ്ങൾക്ക് എന്റെ കലാം കേൾക്കാൻ കഴിഞ്ഞത്. സാധാരണ ഒരു മനുഷ്യന്റെ സംസാരശേഷിയേക്കാൾ 10,000 ഇരട്ടി സംസാരശേഷി നൽകിയത് കൊണ്ടാണ് ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത്. അങ്ങനത്തെ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. എന്തൊരത്ഭുതമാ, എന്തെല്ലാം അത്ഭുതങ്ങളാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തന്റെ ലക്ഷക്കണക്കിന് ഇസ്രായേൽ സന്തതികൾക്ക് കാണിച്ചു കൊടുത്തു. വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ മഹാനായ മൂസ നബിക്ക് നാം കൊടുത്തതോ. അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും തന്റെ അനുയായികളും ചെങ്കടൽ തീരത്തെത്തുമ്പോ രണ്ടാമനും തന്റെ പട്ടാളക്കാരും കുതിര ഉൾപ്പെടെയുള്ള പട്ടാളക്കാരും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇസ്രായേലിൽ പിന്തുടർന്നിട്ട് ചെങ്കടലിൽ മുക്കാൻ പിറകിൽ പിന്തുടർന്നപ്പോ മൂസാ നബിയുടെ കൂടെയുള്ള വിശ്വാസികൾ പറഞ്ഞു, ഇതെന്തൊരു അത്ഭുതമാ, ഇതൊരു പരീക്ഷണമാ. പിറകിലുള്ളത് ആയുധധാരികളായിരിക്കുന്ന സംശയിച്ചിന്റെ പട്ടാളം, എല്ലാവിധ സന്നാഹങ്ങളോടുകൂടി ഞങ്ങളെ പിന്തുടരുന്ന പട്ടാളം, മുൻപിലോ ആർത്തിരമ്പുന്ന തിരമാലകളുള്ള ചെങ്കടല. എന്ത് ചെയ്യണമെന്നറിയേ മൂസാ നബി പകച്ചു നിൽക്കുകയാ. ശങ്കിക്കണ്ട, ബേജാറാകണ്ട, തങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് ആ സമുദ്രത്തിലേക്ക് അങ്ങ് അടിച്ചോളൂ. അടിച്ചത് ഓർമ്മയുണ്ട്. ആ സമയത്ത് തന്നെ 12 റോഡുകളായി ആ ചെങ്കടലിൽ പിളർന്നു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളുകള് പ്രത്യക്ഷത്തിൽ ഒറ്റക്കെട്ടാണെങ്കിലും അവര് ഭിന്നഭിപ്രായക്കാരാ. ഒരാള് കുടിക്കുന്ന വെള്ളത്തിന്റെ കിണറ്റിൽ നിന്ന് മറ്റേ ആള് കുടിക്കൂല. ഒരു വിഭാഗം നടക്കുന്ന റോട്ടിലൂടെ മറ്റേ വിഭാഗം നടക്കൂല. അത്രയ്ക്കും പരസ്പരം ചിഹ്ന ഭിന്നമായവരാ. ഓരോ വിഭാഗത്തിനും എന്നോണം 12 റോഡുകൾ തുറന്നുകൊടുത്തു. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടൽ പിളർത്തിയിട്ട് അങ്ങക്കര കടന്നതാ. അവസാനത്തെ അനുയായിയും അക്കരെ എത്തിയപ്പോൾ അതാ റംസീസും തന്റെ ആളുകളും കൂടി അതേ റോഡിലൂടെ മുന്നോട്ടങ്ങ് നീങ്ങി അവസാനത്തെ പട്ടാളം വെള്ളത്തിലിറങ്ങിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലങ്ങ് കൂട്ടിയിട്ട് ശത്രുക്കളുടെ നാശം വേറെ കണ്ണിൽ കണ്ടുകൊണ്ട് അവര് സായൂജ്യം കണ്ടതാ. എന്തെല്ലാം അത്ഭുതങ്ങൾ! ഈ അത്ഭുതങ്ങൾ മുഴുവനും കാണിച്ചു കൊടുത്ത മൂസ നബി അലൈഹിസ്സലാം യഥേഷ്ടം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്ന മൂസ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരെ അരികിലേക്ക് വഴിയുമായി വരുന്ന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് പടച്ച റബ്ബ് പറഞ്ഞു, മൂസ നബിയേ, അങ്ങ് മജ്മഉൽ ബഹ്റൈനിൽ ഒരു അടിമയുണ്ട്. നാം ഒരുപാട് ജ്ഞാനം കൊടുത്തിട്ടുള്ള, നാം ഒരുപാട് വിജ്ഞാനം കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ചെന്നു കാണണം, അയാളുമായിട്ട് ബന്ധപ്പെടണം, ആ മനുഷ്യനുമായിട്ടും ഇടപഴകണം, അയാളുമായിട്ട് നിങ്ങളൊന്ന് കൂടെ നടക്കണം. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം അന്തിച്ചു നിന്നില്ല. ഞാൻ
ബന്ധപ്പെടേണ്ട ഒരു മനുഷ്യനോ, ഞാൻ പിടിക്കേണ്ട ഒരു മനുഷ്യനോ, ഞാൻ തേടിപ്പോകേണ്ട ഒരു മനുഷ്യനോ, ഞാൻ കൈപിടിക്കേണ്ട ഒരു മനുഷ്യനോ, ഞാൻ അനുധാവനം ചെയ്യേണ്ട ഒരു മനുഷ്യനോ ബഹുമാനപ്പെട്ട മൂസ നബി ചിന്തിച്ചില്ല. وإذ قال موسى لفتاه لا أبره حتى أبلغ مجمع البحرين أو أمضي حقوبا. നബി അലൈഹിസ്സലാം കൊണ്ട് പോവാണ്. ആരെ കാണാൻ പോവാണ്? വലിയബിന് മൽക്കാൻ. വലിയബിന് മൽക്കാൻ നബി അലൈഹിസ്സലാം. നമുക്ക് എന്തൊരു സുഖം! അത് മലപ്പുറത്ത് നിന്ന് കാജൂര് വരുന്ന മാതിരി അത്രക്കെ ഉണ്ടാവുള്ളൂ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നുള്ളത് എവിടെയാ? ഈ മിസ്രിന്റെ അവിടുന്ന് സിനാ മരുഭൂമിയിൽ, ആ സിനാ മരുഭൂമിയും കടന്ന് ഫിലിസ്തീനും കഴിഞ്ഞ് ജോർഡാനും കഴിഞ്ഞ് ലബനാനും കഴിഞ്ഞ് ലിബിയയും കഴിഞ്ഞ് തുഞ്ച എന്ന് പറയുന്ന പ്രദേശമാണ് മജ്മഅ് ബഹറൈൻ. ഭൂമിന്റെ മാപ്പ് എടുത്ത് ഇങ്ങനെ നോക്കിയാല് മൂസാ നബി എത്തുന്ന രാജ്യവും ഈ മജ്മഅ് ബഹറൈൻ ഒന്ന് കാണാൻ പറ്റും. എത്ര രാജ്യങ്ങൾ ചാണ്ടിക്കിടക്കും, എത്ര കിലോമീറ്റർ പോകണം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു വാഹനം ഉപയോഗിച്ചത് ചരിത്രത്തിലില്ല. ഫ്ലൈറ്റുകളില്ല, കപ്പലില്ല, അജൈവ വാഹനങ്ങളെന്ന് കണ്ടെത്തിയിട്ടില്ല. സാധാരണ അന്ന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും മൂസ നബി അലൈഹിസ്സലാം ഉപയോഗിച്ചത് ചരിത്രത്തിലില്ല. മറിച്ച് പറഞ്ഞതെന്താണ്? വഇദ് ഖാല മൂസാ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലഗ മജ്മഅൽ ബഹറൈൻ. അവിടെ എത്തുന്നത് വരെ യാത്ര തന്നെ. എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്തിട്ട് ആ തഞ്ച എന്ന പ്രദേശത്തെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നൂറ്റാണ്ടുകൾ നടക്കുക തന്നെ, മരണം വരെ നടക്കുക തന്നെ, പിന്മാറുന്ന പ്രശ്നമില്ല. എന്ന പദം കാണാൻ നരകാവകാശികൾ നരകത്തിൽ താമസിക്കുന്ന കൊല്ലങ്ങളെപ്പറ്റി അത്രയും കൊല്ലങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നാലും കാണാതെ വരുന്ന പ്രശ്നമില്ല. കാരണം ഒരു മനുഷ്യൻ നന്നാവാൻ, ഹിദായത്ത് നിലനിൽക്കാൻ ഒന്നുകിൽ സ്വാലിഹീങ്ങളുമായിട്ട് ബന്ധപ്പെടണം, സ്വാലിഹീങ്ങളോട് കൂടി ജീവിക്കണം, അവരുമായിട്ട് ഇടപഴകണം. അതല്ലെങ്കിലോ അവര് കിടക്കുന്ന സ്ഥലത്ത്, സ്വാലിഹീങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ഈ മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറ. ഓ മുഅ്മിനീങ്ങളെ, ഈ കാജൂര് പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ എങ്ങനെ എത്തുന്നുണ്ടല്ലോ, നാനാഭാഗത്തുനിന്നും എത്തുന്നുണ്ടല്ലോ. ഈ മഹാന്മാരൊന്നും തെരഞ്ഞെടുത്തത് പട്ടണങ്ങളല്ല, അവരാരും തെരഞ്ഞെടുത്ത് വസിക്കാൻ തെരഞ്ഞെടുത്തത് നഗരങ്ങളല്ല. അധികം ആളുകളും എത്തിപ്പെടാത്ത വനമേഖലകളാ, കുഗ്രാമങ്ങളാ, കടൽ തീരങ്ങളാ, ആരും എത്തിപ്പെടാത്ത പ്രദേശങ്ങളാ. ആ പ്രദേശങ്ങൾ അതേ മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറകളെ പറ്റി, അതേ ഔലിയാക്കൾ കിടക്കുന്ന മക്ബറകൾ പറ്റി ഖുർആൻ പറഞ്ഞത് ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം. നക്ഷത്രങ്ങൾ വീണ് കിടക്കുന്ന സ്ഥലങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം. നക്ഷത്രങ്ങൾ വീണ് കിടക്കുന്ന സ്ഥലം, അവർ അസ്തമിച്ച് കിടക്കുന്ന സ്ഥലം, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഈമാനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം പരത്തിയിട്ടുള്ള നക്ഷത്രങ്ങൾ, അവരതാ വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ, അന്തിയുറങ്ങുന്ന സ്ഥലങ്ങൾ, അത് വലിയ മഹത്വമുള്ളതാ. ആ സ്ഥലങ്ങൾ
തങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഇതുപോലത്തെ മഹാന്മാർ അന്ധവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങള്, അതുകൊണ്ടുള്ള സത്യങ്ങള് അത് ചെറുതല്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, അത് യഥാർത്ഥ ഇൽമും യഥാർത്ഥ ഹിദായത്തും യഥാർത്ഥ ഈമാനും നമുക്ക് ലഭിക്കാൻ ഹിദായത്ത് കിട്ടിയിട്ടുള്ള നേർവഴിയിൽ നടന്നിട്ടുള്ള സാലിഹീങ്ങളോരം തെറ്റി നടക്കണം, അവരോട് ഇടപെടണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. മാത്രമല്ല അതിന് സാധിക്കാതെ വരുമ്പോ അത്തരം സാലിഹീങ്ങൾ കിടക്കുന്ന മക്ബറിന്റെ അരികിൽ ചെന്നിട്ട് അവരുടെ പ്രകാശം നമുക്ക് തിരിച്ചു ലഭിക്കുന്നതാ. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ മുഹ്താജിൽ അതേ ഖബർ മഹാന്മാരെ ഖബർ സിയാറത്തിന്റെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് കാണാം, അവരെ പ്രകാശത്തിന്റെ രശ്മികൾ നമുക്ക് തിരിച്ചു കിട്ടാനാ, അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയല്ല, അവരെ ദറജാത്തുകൾ ഉയരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, അവരെ സമീപത്തു ചെന്നു നിന്നാൽ, അവരെ മക്ബറിന്റെ അടുത്ത് വന്ന് നിന്നാൽ, ആഖിറു സമാനിലെ മക്കളെ ഒരു കൊല്ലം ഓരോ കൊല്ലം കൂടുമ്പോ ഒരു ദിവസമെങ്കിലും കാജൂര് മക്ബറിന്റെ സമീപത്ത് നടക്കുന്ന വഅദിലും പ്രഭാഷണത്തിലും മജ്ലിസിലും അവരോരം പറ്റി സേവന വഴിച്ചാൽ പതിറ്റാണ്ടുകൾ പഠിക്കുന്നതിനേക്കാൾ, പഠിച്ച പതിറ്റാണ്ടുകൾ പറയുന്നതിനേക്കാൾ, പതിറ്റാണ്ടുകൾ കേൾക്കുന്നതിനേക്കാൾ വലിയ ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അത്തരം എല്ലാവിധ ഫലങ്ങളും അല്ലാഹു തആല ഈ മജ്ലിസിന് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നമുക്ക് ഒരു യാത്ര പോകാനുണ്ടല്ലോ, അതേ നമുക്കൊരു യാത്ര പോകാനുണ്ട്, എല്ലാവർക്കും തിരിച്ചു പോകാനുണ്ട്. ആരും ഇവിടെ നിൽക്കുകയില്ലല്ലോ, ഏത് കോടീശ്വരനും തിരിച്ചു പോകുമല്ലോ. ഏത് കൊലകൊമ്പനാണെങ്കിലും, എത്ര സ്വാധീനമുള്ളവനാണെങ്കിലും, എത്ര സൗകര്യമുള്ളവനാണെങ്കിലും, ലോകം ഉറപ്പിച്ചവനാണെങ്കിലും തിരിച്ചു പോകാതിരിക്കൂല. എല്ലാ വെള്ളിയാഴ്ച ഉസ്താദുമാര് അതാ വെള്ളിയാഴ്ച നമസ്കാരത്തിൽ നമ്മളെ കേൾപ്പിക്കാറുണ്ട്. സാധാരണ പകൽ നിസ്കാരങ്ങളിലൊക്കെ ഉറക്കെ ഓതാറില്ല, പതുക്കെയാണല്ലോ ഓതേണ്ടത്. സമയത്ത് വെള്ളിയാഴ്ച നിസ്കാരത്തില്, അതുപോലെ പെരുന്നാൾ നിസ്കാരത്തില് ഒക്കെ നമ്മൾ ഉറക്കെയാണ് ഓതാറുള്ളത്. കാരണം അത് ഓരോരുത്തരെയും കേൾപ്പിക്കേണ്ടതാണ്, ഞാനും നീയൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നു, എത്ര കാലമായി നമ്മൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് മോനെ? ഇന്ന് വരെ നീ ഏതെങ്കിലും ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടോ, ആലിമിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇത് മാത്രം എന്താണ് ഇങ്ങനെ ആഴ്ചയിൽ കേൾപ്പിക്കുന്നത്? മറ്റുള്ളതൊക്കെ പതുക്കോതിയാലും ഇതെന്താണ് അങ്ങനെ കേൾപ്പിക്കുന്നത്? ഞാൻ വാക്കിൽ ഉറപ്പ്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ ഇല്ലാ മൻ തവല്ലാ വകഫർ വയുഅദ്ദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, എങ്ങനെ ജീവിച്ചാലെന്താ, എങ്ങനെ നിസ്കരിച്ചാലെന്താ, നിസ്കരിച്ചില്ലെങ്കിലെന്താ, എങ്ങനെ പണം ഉണ്ടാക്കിയാലെന്താ, എങ്ങനെ കച്ചവടം ചെയ്താലെന്താ, എങ്ങനെ കല്യാണം കഴിച്ചാലെന്താ, ഏത് മുഖേന ജീവിച്ചാലെന്താ, കള്ളു കുടിച്ചാലെന്താ, ലഹരി കഴിച്ചാലെന്താ, ബെക്കടിനടിച്ചാലെന്താ, പുകയില ഉപയോഗിച്ചാലെന്താ, മയക്കുമരുന്ന് കുത്തിവെച്ചാലെന്താ, കള്ളക്കടത്ത് നടത്തിയാലെന്താ, ഏതെങ്കിലുമൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചാലെന്താ, ആലിമീങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിലെന്താ, തങ്ങന്മാരെ ആദരിച്ചില്ലെങ്കിലെന്താ, അവര് പറഞ്ഞത് കേട്ടില്ലെങ്കിലെന്താ, വയത് കേട്ടില്ലെങ്കിലെന്താ, മത്സരത്തെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലെന്താ, മരണത്തെക്കുറിച്ച് ഓർത്തില്ലെങ്കിലെന്താ എന്ന് ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട്. അതൊന്നും ഒരു പ്രശ്നമാക്കാത്ത എത്ര ആളുകളുണ്ട്. ആഖിറത്തെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാതെ എത്ര ആളുകളുണ്ട്. ഞാൻ മരിക്കുമെന്ന് ഓർക്കാതെ എത്ര ആളുകളുണ്ട്. എന്റെ എല്ലാ ചലനങ്ങളും നിശ്ചലമാകും, എല്ലാ അവയവങ്ങളും
അവയവങ്ങളും പ്രവർത്തനരഹിതമാകും. ഞാനിങ്ങനെ ചേതനയേറ്റ ശരീരമായി കിടക്കുമെന്ന് ചിന്തിക്കാത്ത എത്ര ആളുകളുണ്ട്. എത്ര ആളുകളെ നമ്മൾ ആ രൂപത്തിൽ കെട്ടിപ്പൊതിഞ്ഞ് കുളിപ്പിച്ചു കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് മയ്യത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ മയ്യത്ത് നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട്. അവരെ മയ്യത്തിന്റെ പിന്നാലെ നമ്മൾ പോയിട്ടുണ്ട്. അവരെ കബറിലേക്ക് ഇറക്കി കിടത്തിയിട്ടുണ്ട്. ആ കബറിന് മേലെ മൂടുകല്ലുകൾ വെച്ച ശേഷം മണ്ണിട്ടിട്ടുണ്ട്. പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പോലും നാളെ ഞാനും ഇതുപോലെ മരിക്കുമെന്നോ, ഇതുപോലൊരു കല്ലറയിലേക്ക് എന്നെ ഇറക്കി വെക്കുമെന്നോ, എന്റെ ഉറ്റവരും മുഴുവരുമെല്ലാം എന്നെ വിട്ടുപിരിയുമെന്നോ, ഞാനായി എന്റെ പാടായി എന്നും പറഞ്ഞിട്ട് എന്നെ കബറിലേക്ക് ഇറക്കി കിടത്തി തിരിച്ചു പോകുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത എത്ര ആളുകളുണ്ട്, എത്ര മുഅ്മിനീങ്ങളുണ്ട്, എത്ര മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ മുത്ത് നബിയോട് പറയുന്നു, വദക്കിർ നബിയെ, തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കണം, മരണത്തെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ഖബറിനെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ഏകാന്തതയെ പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടവരാണ്. നിങ്ങൾ എല്ലാവർക്കും ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടവരാണ്. ആരെയും നിർബന്ധിക്കേണ്ടതില്ല, ആരെയും നിങ്ങൾ നിർബന്ധിച്ച് സ്വാധീനിക്കേണ്ടതില്ല, ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതില്ല, ആരെയും മതത്തിന്റെ ഒരു കാര്യങ്ങളും നിങ്ങൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതില്ല. ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പക്ഷേ മക്കളെ, നിങ്ങൾക്ക് കേൾക്കണോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഖത്തീബ് ഓതിയത് കേട്ടിട്ടില്ലയോ? അടുത്ത വെള്ളിയാഴ്ചയും കേൾക്കുകയില്ലയോ? വ്യാഴാഴ്ച ഇശാ നിസ്കാരത്തിനും കേട്ടിട്ടില്ലയോ? ചിലരെങ്കിലും സുബഹി നിസ്കാരത്തിനും കേട്ടിട്ടില്ലയോ? നമ്മളൊക്കെ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് സൃഷ്ടിച്ച റബ്ബ് പറയുന്നു, ഇല്ലാ മൻ തവല്ല വകഫറ ഫയുഅദിബുല്ലാഹുൽ അദാബൽ അക്ബർ. നബിയേ, പക്ഷെ ഒരു കാര്യമുണ്ട്, മൻ തവല്ല വകഫറ. ഇതുകൊണ്ടൊക്കെ എന്ത് വരാനാ? ഇങ്ങനെ ജീവിച്ചാൽ എന്ത് വരാനാ? ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് വരാനാ? ഈ പറയുന്നതെല്ലാം തിരിഞ്ഞു കളഞ്ഞ്, പറയുന്നതെല്ലാം അവഗണിച്ച്, അതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് അല്ലാഹ് നിഷേധിച്ച ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളെ പടച്ച റബ്ബ് വലിയ ശിക്ഷ ശിക്ഷിക്കും. നബിയേ, ശിക്ഷയുടെ സ്ഥലമല്ല, ഏത് തിന്മ ചെയ്തവനും പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമല്ല, ഏത് നന്മ ചെയ്തവനും പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമല്ല. പ്രതിഫലം കൊടുക്കാൻ ഒരു സ്ഥലമുണ്ട്. അതിഭയങ്കരമായ ശിക്ഷ അല്ലാഹു ശിക്ഷിക്കും. നബിയേ, എങ്ങനെയെന്നറിയോ? ഇന്ന ഇലൈനാ ഇയാബുഹും, എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരുന്നത്, അവരൊക്കെയും നമ്മിലേക്ക് മടങ്ങി വരുന്നത്. ആരാ മോനെ ലോകത്ത് മടങ്ങിപ്പോകാത്തതുള്ളത്? ആരാ മടങ്ങാത്തതുള്ളത്? ലോകം മടക്കി ഭരിച്ചിരുന്ന ഭരണാധികാരികളെവിടെ? മുഖ്തനസറെവിടെ? ദുൽഖർനൈനിയെവിടെ? ഞാൻ അല്ലാഹ് ഏറ്റവും വലിയ ഇലാഹാണെന്ന് വാദിച്ച റംസീസ് രണ്ടാമനെവിടെ? ഈ മിസ്രിൽ കൂടി ഒഴുകുന്ന എല്ലാ നൈലടക്കമുള്ള നദികളെയും ഞാനാണ് ഒഴുക്കുന്നത്. നിന്റെ റബ്ബ് ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുഴകിറിയിട്ട് ഞാനാണ് ഒഴുക്കുന്നത് എന്ന് പറഞ്ഞ ഫിർഔനെവിടെ? ലക്ഷക്കണക്കിന് കുരുന്നുകളെ നിഷ്കരണം കൊലപ്പെടുത്തിയ ഫിർഔനെവിടെ? ലോകത്ത് പരാജയം എനിക്കറിയില്ല എന്ന് പറഞ്ഞ അവരൊക്കെ തിരിച്ചു പോയില്ലേ? റബ്ബിലേക്ക് മടങ്ങിപ്പോയില്ലേ? അല്ലാ, 150 വയസ്സുവരെ എനിക്ക് ജീവിക്കണമെന്ന് വാശി പിടിച്ചിട്ട് സർവസന്നാഹങ്ങളോടുകൂടി ജീവിച്ചിരുന്ന, എല്ലാം പ്രത്യേകം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി 150 വയസ്സ് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മൈക്കിൾ ജാക്സൺ എവിടെ? 56 വയസ്സ് കഴിഞ്ഞപ്പോഴേക്ക് കാലവധിക്കുള്ളിൽ മറഞ്ഞു പോയെങ്കിൽ, റബ്ബിലേക്ക് തിരിച്ചു പോയെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരുപാട് ആളുകളില്ലായിരുന്നുവോ? മീസാൻ നിങ്ങളെ ശ്മശാനത്തിൽ നിന്നുകൊണ്ട് മീസാൻ കല്ലുകളിലേക്കൊന്ന് ചൂണ്ടിയിട്ട് ചോദിക്കും, മോനെ എന്തൊരു സമാധാനത്തിന്റെ വീട്! എല്ലാവർക്കും ഒരേ വീട്, ഒരേ വസ്ത്രം, ഒരേ
സൗകര്യങ്ങളോ. അല്ലാഹ്, കോടീശ്വരന്മാർക്കും ഒരേ തരം തുണികളാ, ഒരേ തരം വീടുകളാ, ഒരേ തരം സൗകര്യങ്ങളാ. ഏതെങ്കിലും പള്ളിക്കാട്ടിൽ ചെന്ന് നോക്കിയാൽ മുതലാളിമാരെ കബറിന് വ്യത്യാസങ്ങളുണ്ടോ? നാട് വിറപ്പിച്ച ഭരണാധികാരികളെ കബറിന് വ്യത്യാസങ്ങളുണ്ടോ? അവര് ധരിച്ച ഡ്രസ്സുകൾക്ക് വ്യത്യാസങ്ങളുണ്ടോ? അവർക്ക് കുടിച്ച കബറുകൾക്ക് വ്യത്യാസങ്ങളുണ്ടോ? അവർ കബറിൽ പ്രത്യേക സൗകര്യങ്ങളുണ്ടോ? സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എല്ലാ കബറും ഒരുപോലെയോ? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരാൾ പരിഗണിച്ചിട്ടില്ലാതിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കബറും ആ നാട്ടിലെ പ്രമാണിയുടെ കബറും പ്രത്യക്ഷത്തിൽ ഒരേപോലെ തന്നെയോ? അത് തുറന്നു നോക്കിയാലും ഒരേപോലെ തന്നെയോ? ഒരുപക്ഷെ മുഴുവൻ ദ്രവിച്ചിട്ടുണ്ടാകും, ഒരുപക്ഷെ ദ്രവിക്കാതെ ബാക്കി നിൽക്കുന്നുണ്ടാകും. ഇല്ല ഇല്ല, എല്ലാവരും മടങ്ങിപ്പോയില്ലേ? ഇങ്ങനെ മടങ്ങിപ്പോകും, മടങ്ങാത്ത ആരും ഉണ്ടാവില്ല. മോനെ, എന്നോട് കൃത്യമായിട്ട് കണക്ക് ചോദിക്കുന്നുണ്ട്. റബ്ബിന് കണക്ക് ചോദിക്കാനുണ്ട്. ഒരാളെയും കണക്ക് ചോദിക്കാതെ വിടൂല. ഇവിടെ ആരും നമ്മ ചോദ്യം ചെയ്യാനില്ല. ചോദ്യം ചെയ്തവരാരെയും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. അവരോടടങ്ങാത്ത പകരം വിദ്വേഷവുമായിട്ട് പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ പടച്ച റബ്ബ് കണക്ക് ചോദിക്കാത്ത, റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി കണക്ക് പറയാത്ത ഒരാളുമില്ല. അതുകൊണ്ട് തങ്ങളെ തങ്ങൾ ഉറപ്പെടുത്തി കൊടുക്കുകയേ വേണ്ടതുള്ളൂ. നമ്മളടുത്തേക്ക് മടങ്ങി വരും, നമ്മൾ അവരോട് കണക്ക് ചോദിക്കും. മോനെ, എനിക്കും നിങ്ങൾക്കും അങ്ങനത്തെ ഒരവസ്ഥയുണ്ടല്ലോ. ഈ പ്രസംഗിക്കുന്ന ഞാനൊരു പക്ഷേ നാളെ ഈ നേരമാകുമ്പോഴേക്ക് ഇത് അനുഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? കേൾക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, ഖബറാകുന്ന കുഴിയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ ഖബർ കെട്ടാൽ കരയുന്നവരുണ്ടായിരുന്നു. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, മുത്തനബിയേ, അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബർ. ഞാനും നിങ്ങളും കാലച്ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. മുൻകർ നക്കീർ എന്ന മലക്കിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറിൽ മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വിശ്വസിക്കൽ മുസ്ലിമിന് നിർബന്ധ. അതൊക്കെ വിശ്വസിക്കുന്നവനാണല്ലോ ഒരു പരിപൂർണ മുസ്ലിമാകുന്നത്. വെറും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിമാവുകയില്ല. മുസ്ലിമാവാൻ തീർത്തും ഒരുപാട് അമൂർത്തങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത, കാണാത്ത, കേൾക്കാത്ത, അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുമ്പോഴല്ലേ ഒരാൾ മുസ്ലിമാകുന്നുള്ളൂ. മുസ്ലിമയോട് പറയുന്നു, നബിയേ, എന്നാൽ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ, നമ്മുടെ ഉപ്പമാരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഉപ്പമാര് മരിച്ചവര് കൂട്ടത്തിലുണ്ട്, ഉമ്മമാര് മരിച്ചവര് കൂട്ടത്തിലുണ്ട്. കൂടെ കളിച്ചു ചിരിച്ചു നടന്ന പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരെ ഖബറ്, അവരെ മയ്യത്തിന്റെ പിറകെ നമ്മൾ പോയിട്ടുണ്ട്. അന്നവരെ ഖബറിന്റെ അരികിൽ നമ്മൾ ചെന്ന് നിന്നിട്ടുണ്ട്. ആ ഖബറിന്റെ സൗകര്യം ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ആ ഖബറിലേക്ക് അവരെ ഇറക്കി വെച്ചിട്ടുണ്ട്. അവരെ ചരിച്ച് കിടത്തിയിട്ടുണ്ട്. ഭാഗത്ത് കല്ലുകൾ, മൂടല്ലുകളെ കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. ചുറ്റുഭാഗത്തും നമ്മൾ നിന്നുകൊണ്ട് ഇതെന്റെ പ്രിയപ്പെട്ട ഉപ്പയാണെന്ന് ചിന്തിക്കാതെ, ഉമ്മയാണെന്ന് ചിന്തിക്കാതെ, മിൻഹാ ഖലഖ്നാകും, ഇതിൽ നിന്ന് നിന്നെ പടച്ചത്, ഇതിലേക്ക് നിന്നെ മടക്കി, ഇതിൽ നിന്ന് തന്നെ നമ്മളിതാ നിന്നെ തിരിച്ചു കൊണ്ടുവരും എന്നർത്ഥം വരുന്ന ആയത്തോതിയിട്ട് മണ്ണ് വാരിയിട്ട് ഖബർ നിറച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ഖബർ ചുറ്റുഭാഗത്തും ഖബർ മണ്ണുകൾ മുഴുവനും ഖബറിലേക്ക് നിറച്ച് അല്ലാഹ് ഒരു മീസാൻ കല്ല്, രണ്ട് മീസാൻ കല്ലും കുത്തി, ഒരു പച്ചക്കൊമ്പ് നട്ടുപിടിപ്പിച്ച് ഒരു തൊട്ടി വെള്ളമൊഴിച്ച്, ഒരു മുസ്താവോ സമാനമായ ആളോ ആ മയ്യത്തിന്റെ അഭിമുഖമായി നിന്നിട്ട് ഏതാനും ചില കാര്യങ്ങൾ അപ്പോഴും ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്.
മുഅ്മിനീൻ. ബഹുമാനപ്പെട്ട ഇമാം മുഗ്നിയെ പോലുള്ളവരൊക്കെ അതേ ആ സമയത്ത് വീണ്ടും ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തി കൊടുക്കാനാണല്ലോ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത്. മോനെ എന്താണ് ആ ചൊല്ലിക്കൊടുക്കുന്നത് ഓർത്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ അടിമയായ മനുഷ്യ, നീ സൃഷ്ടിച്ച റബ്ബിന്റെ അടിമയാ. ഈ ദുനിയാവിന്ന് പുറത്തു പോയപ്പോ, ഈ ദുനിയാവിന്ന് നീ മറഞ്ഞു പോകുമ്പോ ഒരു കണ്ടീഷനുമായിട്ടാ നീ പോയിരുന്നത്. നീ ചില കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു. അല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലാഹു സത്യമാണ്. അവനയച്ച പ്രവാചകര് സത്യമാണ്. അതേ സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ്. അതേ മുൻകർ നക്കീർ നിന്റെ കബർ വരുമെന്നത് സത്യമാണ്. ഇതൊക്കെ വിശ്വസിച്ചിരുന്നവനാ. ഇതൊക്കെ നിനക്ക് ശരിക്കും ഓർമ്മ വേണം. അതുകൊണ്ട് ഈ രണ്ട് മലക്കുകൾ വന്നിട്ട് നിന്നെ ഉണർത്തിയിട്ട്, നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ കൃത്യമായിട്ട് പറയണേ എന്നൊക്കെ അവനോട് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ട് അല്ലാഹ് നിന്നെ ഉറപ്പിച്ച് നിർത്തി തരട്ടെ. പതറാതെ, പേടിക്കാതെ, നിനക്ക് അങ്കലാപില്ലാതെ, നിനക്ക് പ്രയാസങ്ങളില്ലാതെ, ധൈര്യത്തിലും സ്ഥൈര്യത്തിലും പടച്ച റബ്ബ് നിന്നെ സാബിത്തായ കൗലുകൊണ്ട് ഉറപ്പിച്ചു നിർത്തി തരട്ടെ എന്നും പറഞ്ഞു ഈ ഉസ്താദ് ഒരു പ്രാർത്ഥനയും നടത്തി, ഒരു ദുആവും നടത്തി. ആളുകളൊക്കെ പിരിയുമ്പോൾ ഒരിക്കലും നീ നിശ്ചിട്ടില്ലാത്ത നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിന്നെ പിരിഞ്ഞുപോയി, നിന്റെ കൂട്ടുകാരൻ പിരിഞ്ഞുപോയി. അല്ലാഹ്, പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പിരിഞ്ഞുപോയി. അല്ലാഹ്, ഒരിക്കലും പിരിയില്ല എന്ന് കരുതിയവർ മുഴുവനും പിരിഞ്ഞുപോയി. ആരാണ് നിന്നെ പിരിയാത്തത്? ഒരിക്കലും നിന്റെ ഭർത്താവ് ചിന്തിച്ചു, എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് വല്ലാത്ത പേടിയാണ്. ഒരു ദിവസം പോലും ഒരു റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാത്തവളാണ്. അതിരാക്കൊന്ന് ലൈറ്റ് പോയാൽ വരെ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് പേടിയാണ്. അങ്ങനെ പേടിയുള്ള ഭാര്യയാണ് ഞാൻ കബറിൽ കിടത്തിയത്. ഇന്നത്തെ രാത്രിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ കൂടെ ഞാൻ കൂട്ടിന് കിടക്കട്ടെ. നിന്റെ ഭർത്താവ് ചിന്തിച്ചിട്ടില്ല. നിനക്ക് 1, 2, 8, 10 മക്കളുണ്ടെങ്കിൽ ഒരു മകൻ പോലും എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇന്ന് പള്ളിക്കാട്ട് ഒറ്റക്കാ കിടക്കുന്നത്. ഇന്ന് എന്റെ ഉപ്പയുടെ ആദ്യത്തെ രാത്രിയാ, എന്റെ ഉപ്പന്റെ 1ാമത് അനുഭവമാ. ഇന്നെങ്കിലും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് ഒരു മകനും ചിന്തിച്ചില്ല, ഒരു മകളും ചിന്തിച്ചില്ല. എന്റെ ഉപ്പ എനിക്ക് വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത്. എനിക്ക് വേണ്ടി എനിക്ക് വീട് വെക്കാൻ, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി തരാൻ, എന്റെ വിദ്യാഭ്യാസം നേടിത്തരാൻ, എനിക്ക് ഉദ്യോഗം വാങ്ങിത്തരാൻ, എനിക്ക് നല്ല ജീവിതം തരാൻ, എനിക്ക് നല്ല സൗകര്യത്തോടു കൂടി ജീവിക്കാനാ എന്റെ ഉപ്പ പലപ്പോഴും റബ്ബിനെ മറന്ന് ജീവിച്ചത്. എന്റെ ഉപ്പ പലപ്പോഴും സംസ്കാരങ്ങൾ ഉപേക്ഷിച്ചത്. എന്റെ ഉപ്പ പലപ്പോഴും ബ്ലാക്ക് ബിസിനസ്സുകൾ നടത്തിയത് എനിക്ക് വേണ്ടി ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ കൂടെ ഞാനൊന്ന് നിൽക്കട്ടെ. ഒരു മകനും ചിന്തിച്ചിട്ടില്ല, ഒരു അനുജനും ചിന്തിച്ചിട്ടില്ല, ഒരു ചേട്ടനും ചിന്തിച്ചിട്ടില്ല, ഒരു കൂട്ടുകാരനും ചിന്തിച്ചിട്ടില്ല. എന്റെ ഇപ്പോൾ കൂടെയുള്ള കൂട്ടുകാരനാ. ക്ലബിൽ ഞങ്ങൾ ഒപ്പമായിരുന്നു, കളിയിൽ ഞങ്ങൾ ഒപ്പമായിരുന്നു, ഞങ്ങളുടെ ആ ഷോപ്പിൽ ഞങ്ങൾ ഒപ്പമായിരുന്നു. എല്ലാ സംഗതികളും ഞങ്ങൾ കൂറുകാരാണ്, ഷെയറുകാരാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പെട്ടെന്ന് മരണപ്പെട്ടു. ഇന്നത്തെ രാത്രി എങ്കിലും കൂട്ടുകാരന് കൂട്ടുകിടക്ക, ഞാൻ ആ കൂട്ടുകാരന്റെ കബറിന്റെ അടുത്തൊന്ന് നിൽക്കട്ടെ. ചിന്തിച്ചിട്ടില്ല, ഒരാളും നിൽക്കുന്നില്ല. അതേ ഉസ്താദ് തൽഖീൻ ചൊല്ലി അങ്ങ് ദുആ ചെയ്ത് പോരുമ്പോ എല്ലാവരും പൊരുന്നു. നീയായി നിന്റെ പാടായി. മക്കള് പറയുന്നു ഉപ്പാ നീയായി നിന്റെ പാടായി. ഭാര്യ പറയുന്നു, ഭർത്താവ് പറയുന്നു നീയായി നിന്റെ പാടായി. കൂട്ടുകാരൻ പറയുന്നു നീയായി നിന്റെ പാടായി. അങ്ങനെ തിരിച്ചു പോന്നാൽ പിന്നീട് എന്താണ് സംഭവിക്കുക? തങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ അറിവിന്റെ മാപ്പിന് കൊണ്ടടക്കാൻ കഴിയില്ല, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല.
മൂർത്തങ്ങളെ കൊണ്ടറിയാൻ കഴിയില്ല. അവിടെയാണ് മുത്തുനബി പറയുന്നത്, ഇബ്നു മസ്ഊദ് അവ്വലു മൻ സഅലനി, ആദ്യം നിങ്ങളാണ് ഇതിനെപ്പറ്റി എന്നോട് ചോദിച്ചത്. ഒരാളും ഇന്ന് വരെ ഇത് എന്നോട് ചോദിച്ചിരുന്നില്ല. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയണമെന്ന് കരുതിയിട്ട് മാറ്റിവെച്ചതായിരുന്നു. നിങ്ങളാണ് ആദ്യമായിട്ട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു തരാ. അതേ കബറെല്ലാം മൂടിക്കഴിഞ്ഞു, ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോയില്ലേ? അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തി വീണ്ടും ആത്മാവ് തിരിച്ചെന്നിട്ടുണ്ട്. ആ തിരിച്ചു വന്ന ആത്മാവ് ഡെഡ് ബോഡിയുടെ കൂടെയുണ്ട്, ഡെഡ് ബോഡിയുടെ സമീപത്തുണ്ട്, മയ്യത്ത് കട്ടിലിന്റെ കൂടെയുണ്ട്. മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ആത്മാവ് മയ്യത്ത് കബറിന്റെ പുറത്തുണ്ട്, മീസാൻ കല്ലിന്റെ സമീപത്തുണ്ട്. ഈ പുറത്തുള്ള ആത്മാവുള്ളിലുള്ള ഡെഡ് ബോഡിയും സുബ്ഹാനല്ലാഹ് ആ കബറിന്റെ അരികിൽ ആദ്യം വരുന്നത് ആഖിറമുണ്ടെന്ന് പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ, അല്ലാഹുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, ഞാനും നിങ്ങളും ഓതുന്ന ഖുർആൻ റബ്ബിന്റെ കലാമാണെന്ന് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ, ഈ അത്ഭുതങ്ങളൊക്കെ ഇന്ന് നമുക്ക് കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ, സ്വർഗ്ഗം കണ്ടുവന്ന് പറഞ്ഞു തന്ന മുഹമ്മദ് മുസ്തഫ, ഒരു സെക്കൻഡിൽ 3 ലക്ഷത്തിലധികം കിലോമീറ്റർ സ്പീഡിലേക്ക് യാത്ര പോയ മുത്ത് മുഹമ്മദ് മുസ്തഫ, ആ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആളുകളൊക്കെ പിരിഞ്ഞാൽ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സൃഷ്ടികളെയും ഭൂമിയുടെ ഉപരിതലത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, മേൽഭാഗത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്, ഈ ഭൂമിയുടെ താഴ്ഭാഗത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളെ ഭൂമിക്കടിയില, ആടിയിലുള്ള മലക്കുകളിൽ ഒരു മലക്കുണ്ട് റൗമാൻ. ആ റൗമാൻ എന്ന മലക്ക് വന്നിട്ട് ആ മലക്കിന്റെ ലോകം തന്നെ ഭൂമിയുടെ ഉള്ളിലാണ്. ആ ഭൂമിയുടെ ഉള്ളിൽ കൂടി ചുറ്റി സഞ്ചരിക്കുന്ന മലക്ക്, മോനെ നിനക്കറിയോ? ചിലരോ ചോദിക്കും, ഈ ഭൂമിയിൽ എല്ലാ തരത്തിലും മലക്കുകൾ എങ്ങനെ താനാ, എല്ലാവരും ആത്മാവും എങ്ങനെ പിടിക്കാനാ? നിനക്കറിയോ? നീ സയൻസ് പഠിച്ചിട്ടുണ്ടോ? എന്റെ സയൻസ് പഠിച്ച മകനോട് ചോദിക്കുക. ഈ ലോകത്ത് ഏറ്റവും പ്രകാശ വേഗത കൂടിയ സാധനം പ്രകാശമാ. അതേ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ സ്പീഡെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകളെ പടച്ചറപ്പ് സൃഷ്ടിച്ചത് പ്രകാശങ്ങളെ കൊണ്ടാ. അത് 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി അവരുടെ പ്രത്യേക ഉപകരണങ്ങൾ ഒന്നുകൂടി വികസിപ്പിച്ചപ്പോ സുബ്ഹാനല്ലാഹ് മൈക്രോ ടെലസ്കോപ്പ് വികസിപ്പിച്ചപ്പോ ഇവിടെ സൂക്ഷ്മ ജീവികളെ കാണാനുള്ള ഏറ്റവും ചെറുതിനെ വലുതായിട്ട് കാണുന്ന അവിടെ മൈക്രോസ്കോപ്പ് എന്ന് വികസിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്താണെന്നറിയോ? പ്രകാശം കൊണ്ടുള്ള കുറെ ജീവികൾ താഴോട്ടും മേലോട്ടും ഇറങ്ങുന്നു, കയറുന്നു. റബ്ബിന്റെ മലക്കുകളാ, ഞാൻ പറഞ്ഞതല്ല. ഇന്നത്തെ പുതിയ നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവര് പറയുന്നു അതിന്റെ ഡെപ്ത് കുറച്ചുകൂടി ഒന്ന് വികസിപ്പിച്ചപ്പോ ഇതാ പ്രകാശം കൊണ്ടുള്ള ചില ജീവികള് ആയിരക്കണക്കിന് മേൽപോട്ട് കയറുന്നു, ആയിരക്കണക്കിന് താഴേക്ക് ഇറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, വിദൂരമല്ലാത്ത ഭാവിയില് സുബ്ഹ് നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലും റബ്ബിന്റെ മലക്കുകൾ ഇറങ്ങിക്കയറി സിറ്റിമേറുന്നത് ഇതാ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാ. ഇരിക്കട്ടെ, ഈ പ്രകാശ ജീവികളാകുന്ന മലക്കുകൾ അവര് സെക്കൻഡിൽ അവരുടെ സ്പീഡ് 3 ലക്ഷമാണെങ്കിൽ ഈ ഭൂമിയുടെ ചുറ്റുഭാഗവും എടുത്താൽ ഏത് രൂപത്തിൽ ഭൂമിക്കഥാ ക്രോസ് ചെയ്താലും ഏത് രൂപത്തിൽ ഭൂമിയിൽ കൂടി പോയാലും അല്ലാഹ് 96,000 കിലോമീറ്ററേ ഉള്ളൂ. എങ്ങനെ പോയാലും 96,000 കിലോമീറ്ററാണ് ഭൂമിക്കുള്ളത്. ഏത് രൂപത്തിൽ ക്രോസ് ചെയ്താലും എന്ന് പറഞ്ഞാൽ ഒരു മലക്കിന് സെക്കൻഡ് വേണ്ട ഈ ഭൂമി മുഴുവനും കവർ ചെയ്യാൻ. നമ്മുടെ മക്കൾ ഇന്ന് പഠിക്കുന്ന സയൻസ് അനുസരിച്ച് ഈ മലക്കുകൾക്ക് ഭൂമി മൊത്തം കവർ ചെയ്യാൻ ഒരു സെക്കൻഡ് വേണ്ട. ഒരു സെക്കൻഡിന്റെ 3 മതിയെങ്കിൽ റബ്ബിന്റെ മലക്കളുടെ സ്പീഡ് എത്രയാ? ഇതെല്ലാം
ആധുനികമായിട്ട് തെളിയിക്കപ്പെട്ടതാണെങ്കിൽ ഈ റഹ്മാൻ എന്ന മലക്ക് അല്ലാഹു ഈ ഭൂമിയിൽ പുതിയൊരു കബർ കുഴിച്ചാൽ ആ കബറിൽ ഒരു ഡെഡ് ബോഡി എത്തിക്കഴിഞ്ഞാൽ ആ കബറിന്റെ മുൻവശം കുത്തിത്തൊരന്ന് ആ മലക്ക് വരുന്നു. ഈ ഡെഡ് ബോഡി കിടക്കുന്ന കബർ വന്നുകൊണ്ട് മലക്ക് ചെയ്യുന്നതെന്താണ്? മുത്തുനബി പറയുന്നു ഇബ്നു മസ്ഊദ് തങ്ങളോട്, ഈ കബറിന്റെ പുറത്തുള്ള ആത്മാവും കബറിലുള്ള ശരീരവും തമ്മിൽ ഒന്ന് ബന്ധിപ്പിക്കുന്നു, കണക്ഷൻ കൊടുക്കുന്നു. ആത്മാവിന് കണക്ഷൻ കൊടുത്താൽ ഒരുപക്ഷേ ഐസിയുലായപ്പോൾ ആത്മാവ് പിരിഞ്ഞതായിരിക്കും. ആയിരക്കണക്കിന് കൂട്ടുകാരും സ്നേഹിതന്മാരും കൂടിയിരിക്കുന്ന സദസ്സിൽ നിന്ന് പെട്ടെന്ന് അറ്റാക്കുണ്ടായി മരണപ്പെട്ട് ആത്മാവ് പിരിഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ നല്ല TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവ് പിരിഞ്ഞതായിരിക്കും. വഴുത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിരിഞ്ഞതായിരിക്കും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിരിഞ്ഞതായിരിക്കും. ആ സമയത്ത് അവന്റെ ബോധം പോയത്. പിന്നീട് അവൻ ഈ ആത്മാവ് അങ്ങോട്ട് കണക്ഷൻ കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അപ്പുറത്തും ഇപ്പുറത്തും ഇരുള, അനങ്ങാൻ കഴിയുന്നില്ല. ഭിത്തി വല്ലാത്ത ഇടുങ്ങിയ ഭിത്തിയാണ്, സൗകര്യങ്ങളില്ല. ഇന്ന് വരെ ഒരു കബറും തേച്ചു മിനുക്കിയിട്ടില്ല, ടൈലുകൾ കൊണ്ട് മോടി പിടിപ്പിച്ചിട്ടില്ല, മാർബിളുകൾ പതിച്ചിട്ടില്ല. ഈ മോനെ, നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്ക്. ഇന്ന് നീ എത്ര സൗകര്യമുള്ള വീട്ടിലാ, എത്ര സുന്ദരമായ വീട്ടിലാ, എന്തൊക്കെ സൗകര്യങ്ങളാ, അടുപ്പുന്ന എസിയാ, മാത്രമല്ല ചുറ്റുഭാഗത്ത് ലൈറ്റുകളാ, എന്തെല്ലാം സൗകര്യങ്ങളാ. ആ സൗകര്യമുള്ള വീട്ടിൽ നിന്ന് നിന്റെ സ്വന്തം പ്രിയപ്പെട്ട ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയ ആ കബറൊന്ന് ചിന്തിച്ചാളാ. നിനക്ക് മറിയാനും തിരിയാനും സ്ഥലമില്ലല്ലോ, ഭിത്തികൾ എത്ര ഇടുങ്ങിയതാ, നിനക്ക് മലർന്ന് കിടക്കാൻ കഴിയില്ലല്ലോ, നിനക്ക് കമഴ്ന്ന് കിടക്കാൻ കഴിയില്ലല്ലോ, നിന്നെ ചേച്ചി കിടത്തിയതാ. അല്ലാഹ്, എന്തൊരു ചൂടായിരിക്കും. ഈ വിശാലമായിരിക്കുന്ന സ്ഥലമാണെങ്കിൽ തന്നെ അതേ ചൂടുകാലത്ത് എന്തൊരു ചൂടാണ്. അതേ സമയത്ത് ഇത്രയും ഇടുങ്ങിയതായ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിയാത്ത, ഇറങ്ങാൻ കഴിയാത്ത അത് ഇടുങ്ങിയ കബറാണെങ്കിൽ എന്തൊരു ചൂടാ. മാത്രമല്ല വെളിച്ചമില്ല. സുബ്ഹാനല്ലാഹ്, ഈ കാണുന്നത് എങ്ങനെയാ? അപ്പോഴാണ് അല്ലാഹ് ഈ റഹ്മാൻ എന്ന മലക്കിനെ കാണുന്നത്. പൊതുവെ പേടിപ്പെടുത്തുന്ന മലക്ക്. ഈ മലക്ക് നിന്നോട് കണ്ണിമീഴ്ച നിന്നോട് പറയുന്നത് എന്താണെന്നറിയോ? മോനെ, ഞാൻ പറഞ്ഞത് മറക്കരുത്. ഇന്ന ഇലൈനാ ഇയാബഹും, എല്ലാവരും നമ്മുടെ അടുത്ത് മടങ്ങി വരും, എല്ലാവരോടും കണക്ക് ചോദിക്കും. ഈ മലക്ക് പറയുന്നു, മോനെ, ഇത് നിന്റെ സുഖവാസ കേന്ദ്രമല്ല, ഇത് വിശാലമായ നിന്റെ റൂമല്ല, ഇത് ഇടുക്കത്തിന്റെ വീടാ, ഇത് ഞെരുക്കത്തിന്റെ വീടാ. ഇവിടെ നിന്റെ കൂട്ടുകാര് പുഴുക്കളാ, ഇവിടെ നിന്റെ സന്ദർശകര് മലക്കുകളാ, ഇവിടെ നിന്റെ സന്ദർശകര് സദാസമയത്തും റബ്ബിന്റെ മലക്കുകളാ. നിന്നെ തേടി കത്തു നിൽക്കുന്നത് 1.5 മുഴമുള്ള പുഴുക്കളാ. ഇതൊക്കെ ഭീതിപ്പെടുത്തുന്ന വാക്ക് കേട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, റസൂല് പറയുന്നു, ആത്മാവങ്ങ് ശരീരത്തിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ അവന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രമാണ് ചലനശേഷിയുള്ളത്, താഴോട്ട് ചലനമില്ല. അവന്റെ കൈകൾക്ക് ചലനമുണ്ട്, അവന്റെ ചുണ്ടുകൾക്ക് ചലനമുണ്ട്, അവന് ശരിക്കും ബോധമുണ്ട്, കണ്ണു തുറന്നിട്ടുണ്ട്. അവനോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ എഴുതുക. പ്രായപൂർത്തി എത്തിയതിനു ശേഷം നീ പറഞ്ഞതൊക്കെ, നീ ചെയ്തതൊക്കെ, എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അത് മുഴുവനും നീ എഴുതണമെന്ന് പറയുമ്പോൾ എഴുതാൻ പേനയില്ല, എഴുത്തറിയില്ല, കടലാസില്ല. ആഖിർ സമാനിലെ മക്കളെ, നമ്മുടെ ഹബീബായ മുത്ത്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റഹ്മാൻ എന്ന മലക്ക് നിന്നെ കൊണ്ട് നിന്നെ ചുറ്റിയ നിന്റെ കഫം തുണി, ആ തുണിയിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് നിന്റെ കയ്യിൽ തരുന്നു. ഇവിടെ എഴുതാൻ നിന്റെ പേന നിന്റെ വിരൽ തുമ്പാണ്, നിന്നെ ഉമിനീര് മഷിയാ. പടച്ച റബ്ബിന്റെ കുദ്റത്തെന്ന് പറയട്ടെ, ഓരോരുത്തരും അവനവന്റെ വിരൽ തുമ്പുകൊണ്ട് അവന്റെ കഫൻ തുണിയുടെ കരയിൽ എഴുതി തുടങ്ങി. ഇന്ന് രാവിലെ മുതൽ ഇതുവരെ നടന്നതും പറഞ്ഞതും ചെയ്തതും നമുക്ക് ഓർമ്മയുള്ളതുപോലെ പ്രായപൂർത്തിയെത്തിയ ശേഷമുള്ള സർവകാര്യങ്ങളും ആ സമയത്ത് ഓർമ്മ വരുന്നതാ, അവൻ എഴുതുന്നതാ. എന്തിനാണ് എഴുതിക്കുന്നതെന്നറിയുമോ? ഇടത്തും വലത്തുമുള്ള മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ റിക്കാർഡ് നിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. നാളെ നിന്റെ റിക്കാർഡുമായി നിന്റെ മലക്ക് നിന്നെ തെളിച്ചു കൊണ്ടുവരുന്നുണ്ട്. നിന്നെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഫയലുള്ളത് പോലെ നിന്റെ മലക്കിന്റെ കയ്യിൽ ഫയലുണ്ട്. ആ സമയത്ത് കോടതിയിൽ ഹാജരാക്കുമ്പോ നീ നിഷേധിക്കുമ്പോ നിന്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയത് നിനക്ക് കാണിച്ചു തരാനാ. ഹബീബായ തങ്ങൾ പറയുന്നു, വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അതെ, ഇത് മുഴുവൻ എഴുതി റെക്കോർഡാക്കി ഈ റഹ്മാൻ എന്ന മലക്ക് ഇവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നതാ. കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് ഈ റഹ്മാൻ എന്ന മലക്ക് പറയും, മോനെ കിടന്നുകൊള്ളുക, കാത്തിരുന്നോ. ഏതാനും സമയത്തിനുള്ളിൽ ഫത്താനുൽ ഖബർ വരുന്നു, മുൻകർ വരുന്നു, നക്കീർ വരുന്നു. അത് കാത്തു കിടന്നോ എന്നും പറഞ്ഞ റഹ്മാൻ എന്ന മലക്ക് തിരിഞ്ഞു പോകുന്നതാ. ആഖിർ സമാന മുഅ്മിനീങ്ങളെ, കണ്ണ് ചിമ്മി തുറന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ള അനുഭവിക്കാനുള്ളത് യാഥാർത്ഥ്യങ്ങളാ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പെടുത്തി കൊടുക്കണം. ഉറപ്പെടുത്തുന്ന ആളുകളെ കൂട്ടത്തിലിരിക്കണം, സലിഹീങ്ങളെ കൂടെ ഇരിക്കണം, അവരെ മജ്‌ലിസിൽ ചെന്നിരിക്കണം, അവരെ ചരത്തു ചെന്നിരിക്കണം, എന്നിട്ട് ഉറപ്പെടുത്തി കൊടുക്കണം. അല്ലാ അല്പസമയം കഴിയുമോ അതാ വീണ്ടും ഖബറിന്റെ മുൻപിലെ ഭിത്തികൾ കുത്തിത്തുറന്ന് രണ്ട് മലക്കുകൾ വരുന്നു. ആരെയും പേടിപ്പെടുത്തുന്ന രൂപത്തിൽ നീളമുള്ള മുടികളുള്ള, അതേ തിളങ്ങുന്ന കണ്ണുകളുള്ള, ആകാര സൗഷ്ഠവമുള്ള ശരീരമുള്ള, ഇടിനാഥം പോലത്തെ ശബ്ദങ്ങളുള്ള, മിന്നലെറിയും വേഗത്തിൽ പ്രകാശമുള്ള ആ രണ്ട് മലക്കുകൾ വന്നിട്ട് അവരെ കൈകളിൽ ദണ്ഡുകളുണ്ട്. അവര് പേടിപ്പെടുത്തുന്ന മലക്കുകളാ. ഇതുകൊണ്ടല്ലേ ആയിഷ ബീവി പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞതിന് ശേഷം ഒരൊറ്റ നിസ്കാരത്തിലും, ഫർദ് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും അവരുടെ ശിക്ഷയെ തൊട്ട് കാവൽ തേടാതെ തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾ പലപ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോ കബർ ശിക്ഷയെ തൊട്ട് കാവൽ തേടാറുണ്ടോ? മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരോട്, ഖുർആൻ വിശ്വസിക്കുന്നവരോട്, മുത്തുനബിയെ വിശ്വസിക്കുന്നവരോട്, ആഖിറം വിശ്വസിക്കുന്നവരോട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമൂതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത് പ്രാർത്ഥിക്കാതെ ഒരു നിസ്കാരത്തിലും മുത്തുനബി സലാം വീട്ടലില്ല. ഈ പ്രാർത്ഥിക്കാതെ സലാം വീട്ടൽ കറഹത്താണ്. സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർദ് നിസ്കാരമാണെങ്കിലും എത്ര മിനിറ്റ് കൊണ്ട് തീരാവുന്ന കേസാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. നാല് കാര്യങ്ങൾ തൊട്ട് കാവൽ തേടാതെ ഒരു നിസ്കാരത്തിനും മുത്തുനബി സലാം വീട്ടിയിട്ടില്ല. ഇതുകൊണ്ടാ എനിക്ക്
കുറിച്ചും ബോധമുണ്ടോ, ചിന്തയുണ്ടോ? തങ്ങൾ പറയുന്നു, ഈ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ മലക്കുകൾ വന്നിട്ട് അവനെ ഇതാ എഴുന്നേൽപ്പിക്കുന്നു, ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ഇരുട്ട്, അതിനേക്കാൾ അതിഭയങ്കരമായിരിക്കുന്ന രൂപങ്ങൾ. സുബ്ഹാനല്ലാഹ്, ആ പേടിപ്പെടുത്തുന്ന സമയത്ത് അവൻ കിടന്നിങ്ങനെ വിറക്കുമ്പോ, ആദ്യമാത്ത രാത്രിയാ മോനെ, നീ ചിന്തിക്കണം നമ്മുടെ ഉമ്മയുടെ അവസ്ഥ എന്ത്, ഉപ്പയുടെ അവസ്ഥ എന്ത്, കബറിൽ കൊണ്ടുപോയി മറവയ്യപ്പെട്ട അവസ്ഥ എന്ത്. ആ സമയത്താണ് മുത്തുനബി പറയുന്നു, ഈ മുൻകർ നക്കീറൊക്കെ ഈ രൂപത്തിൽ വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ ചില ആളുകൾ ആ സമയത്ത് പറയുന്നു, രണ്ട് മലക്കുകൾ നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ പ്രവാചകരാരാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ ദീനേതാണെന്ന് ചോദിക്കുമ്പോ, നിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും ചോദിക്കുമ്പോ, ഈ ചില ആളുകൾക്ക് അവർ വെച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, വമൻ അർസലകുമാ ഇലയ്യ വമൻ വക്കലകുമാ അലയ്യ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആരാണ് നിങ്ങളെ എന്റെ മേലെ ഏൽപ്പിച്ചിട്ടുള്ളത്, ആരാണ് നിങ്ങളെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. മുൻകർ നക്കീറിനോട്, ആരാണ് നിങ്ങളെ എന്റെ അടുത്ത് പറഞ്ഞയച്ചത്, ആരാണ് എന്നെ ചോദിക്കാൻ, എന്നോട് ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ചത് എന്ന് മുൻകർ നക്കീറിനോട് ചോദിക്കുന്ന ചില മുഅ്മിനീങ്ങളുണ്ട്, ചില അടിമകളുണ്ട്, ചില ആളുകളുണ്ട്. ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ച റസൂൽ, സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് പഠിപ്പിച്ച റസൂൽ, അതേ 5 വഖ്ത് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ, നോമ്പെടുക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ, അതാ എന്നെയും നിന്നെയും നിങ്ങളെയും പരസ്പരം ഒരുമിച്ച് കൂട്ടാൻ കാരണക്കാരനായ മുത്ത് റസൂൽ, ഈ ഹദീസുകൾ മുഴുവനും പഠിപ്പിച്ച റസൂൽ, ഇസ്ലാം കാര്യം പഠിപ്പിച്ച റസൂൽ, ഈമാൻ കാര്യം പഠിപ്പിച്ച റസൂൽ. അവിടുന്ന് പറയുന്നു, മോനെ, ലാ യഖൂലുഹാ, അങ്ങനെ പറയില്ല, അങ്ങനെ ചോദിക്കുകയില്ല, ഇല്ലൽ ഉലമാ സാലിഹൂൻ, സാലിഹീങ്ങളായ പണ്ഡിതന്മാരല്ലാതെ, യഥാർത്ഥ ആലിമീങ്ങളല്ലാതെ. യഥാർത്ഥ ആലിമീങ്ങളാണോ? ആലിമീങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് ഇല്ലൽ ഉലമാഉൽ അഖിയാർ, നല്ലവരായ പണ്ഡിതന്മാർ മുൻകറിനോട് തിരിച്ചു ചോദിക്കുന്നതാ, ആരാണ് നിങ്ങളെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്, ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ചത് എന്ന് നല്ല ഖിയാറായ ഖൈറിന്റെ ആളുകളായ പണ്ഡിതന്മാര് തിരിച്ചു ചോദിക്കുമെന്ന് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ ഇസ്മായിൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ ഉൽ ബയാനിൽ പറയുന്നത് കാണാം, മഹാനായ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, ഔലിയാക്കളിൽപ്പെട്ട മഹാനല്ലേ, ആത്മജ്ഞാനികൾ വലിയ മഹാനല്ലേ. അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യന്മാർക്ക് ഖബറിന്റെ ശിക്ഷയെക്കുറിച്ച്, ഖബറിന്റെ ചോദ്യത്തെക്കുറിച്ച്, മുൻകർ നക്കീറിന്റെ ചോദ്യത്തെക്കുറിച്ച് ഈ രൂപത്തിൽ ഞാൻ നിങ്ങളോട് വഴു പറഞ്ഞതുപോലെ അബൂ യസീദ് ബിസ്താമി തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ, ഓർമ്മപ്പെടുത്തി കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും, ഈമാനുള്ളവർക്ക് ഉപകരിക്കും, ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും. അബൂ യസീദ് ബിസ്താമി തങ്ങൾ പറഞ്ഞപ്പോൾ തന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ വല്ലാതെ ബേജാറായി, പേടിച്ച് വിറച്ചു പോയി. ആ സമയത്ത് മറ്റൊരു കൂട്ടുകാരൻ, തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, പേടിക്കണ്ട, അതൊന്നും നീ പ്രശ്നമാക്കേണ്ടതില്ല, അതൊന്നും ഒരു വിഷയമാക്കേണ്ടതില്ല, അതിനൊന്നും നീ വ്യാകുലപ്പെടേണ്ടതില്ല. ചോദിച്ചു, എന്ത് ചെയ്യും? ഖബറിലെത്തുമെന്നത് സത്യമല്ലയോ? മുൻകർ നക്കീർ ചോദിക്കുമെന്ന് സത്യമല്ലയോ? ഖബറിൽ ഈ സംഭവം സംഭവിക്കുമെന്ന് സത്യമല്ലയോ എന്ന് പറഞ്ഞപ്പോൾ, സത്യമാണ്, പക്ഷെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ, ഞാനെങ്ങാനും മരിക്കുകയാണെങ്കിൽ, നീ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ, എന്നെ കൊണ്ടുപോയി മറവ് ചെയ്താൽ, ആളുകളെല്ലാം പിരിഞ്ഞു പോയാൽ, നീ പിരിഞ്ഞു പോകണ്ട, നീ എന്റെ
ഖബറിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് പറയേണ്ടത് നിനക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, ഖാദി ഇസ്മാഇൽ ബറൂസബി തങ്ങൾ അവിടുന്ന് രേഖപ്പെടുത്തുന്നു, പറഞ്ഞതുപോലെ ഇദ്ദേഹം മരണപ്പെട്ടു. അതേ ഖബറിന്റെ രക്ഷയും ശിക്ഷയും ഖബറിന്റെ ചോദ്യവും കേട്ട് ഭയപ്പെട്ടതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ വിഹ്വലനായ തന്റെ ശിഷ്യൻ, ആ അവിലപ്പെട്ട തന്റെ ശിഷ്യനത തന്റെ കൂട്ടുകാരനെ കയ്യത്തിന്റെ കൂടെ അനുഗമിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് ശ്മശാനത്തിലേക്ക് മയ്യത്തെടുക്കുന്നു. ആ മയ്യത്ത് ഖബറിലിറക്കി വെക്കുന്നു. മൂടുകല്ലുകൾ വെച്ച് മൂടുന്നു, മണ്ണുകൾ നിറയ്ക്കുന്നു. ആളുകളെല്ലാം കൂടി ഇന്നവര് മണ്ണിടുന്നു. ഖബറൊക്കെ നിറച്ച് മീസാൻ കല്ലും കുത്തി അല്ലാഹ് തൽഖീനും ചൊല്ലി ദുആ നടത്തി എല്ലാവരും പിരിഞ്ഞുപോയി. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, അല്ലാഹ് ഞാൻ നേരത്തെ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, സാലിഹീങ്ങളെ ചില വാക്കുകൊണ്ട്, സാലിഹീങ്ങളെ ചില സമീപനം കൊണ്ട്, സാലിഹീങ്ങളെ ചില ഇടപെടൽ കൊണ്ട് വലിയ മാറ്റങ്ങളല്ലേ. ഭരിച്ചിരുന്ന ഭരണാധികാരി മൻസൂറിന്റെ പേരക്കുട്ടി ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് വലിയ മനസാന്തരമുണ്ടായി. കമാ ഖാല റസൂൽ സയ്യിദിന ഇബ്നു അദ്ഹമി അലിയുൽ മഖാമിൽ ആരിഫുൽ മുതവരി. മഹാനായ വൽഖൈല ചക്രവർത്തി മൻസൂറിന്റെ പേരക്കുട്ടി അല്ലാഹ് സർവസുഖങ്ങളോട് ആഡംബരങ്ങളോട് ആടിക്കളിക്കുന്ന ബെഡിൽ കഴുത് കുളിച്ച് സുഖിച്ച് കിടന്നുറങ്ങിയിരുന്ന കൊട്ടാരത്തിലെ രാജാവായിരുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ തന്റെ ദാസി, തന്റെ വീട്ടിൽ തൂത്തുവാരുന്ന തന്റെ കൊട്ടാരത്തിലെ ഒരു അടിമ സ്ത്രീയായിരിക്കുന്ന പെണ്ണ് തന്റെ പ്രൈവറ്റ് റൂമിൽ തൂത്തുവാരാൻ വേണ്ടി വന്നപ്പോ അതിസുന്ദരമായ ബെഡ് കണ്ടപ്പോ അതിലൊന്ന് കിടന്നപ്പം മയങ്ങിയപ്പോ പെട്ടെന്ന് രാജാവ് വന്നപ്പോ രാജാവിന്റെ കയ്യിൽ അടി കിട്ടിയപ്പോ പൊട്ടിക്കരഞ്ഞപ്പോ രാജാവ് ചിന്തിച്ചു, ഞാൻ അത്രയൊന്നും അടിച്ചില്ലല്ലോ, ഇങ്ങനെക്കറിയാൻ മാത്രം ഞാൻ അടിച്ചില്ലല്ലോ, എന്തു പറ്റി? ആ ഒരു പെൺകുട്ടിയുടെ വാക്കുകൊണ്ട് മഹാനായ വൽഖൈല ചക്രവർത്തി ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾക്ക് വലിയ മാറ്റം വന്നു. ഹിദായത്തിന്റെ വെളിച്ചം കത്തി തന്റെ കൽബ് പ്രകാശിതമായി. ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മഹാരാജാവേ, ഈ കൊട്ടാരത്തിൽ നിമിഷനേരം, ഈ കൊട്ടാരത്തിന്റെ അതിസുന്ദരമായ നിങ്ങളെ പ്രൈവറ്റ് റൂമിൽ, ഈ സുന്ദരമായിരിക്കുന്ന ബെഡില് അല്പസമയം ഒന്നും അറിയാതെ കിടന്നു, അറിയാതെ മയങ്ങിയതിന്റെ ആ സന്ദർഭത്തിൽ പെട്ടെന്ന് വന്ന് നിങ്ങൾ എന്നെ അടിച്ചുവെങ്കില്, ഞാൻ ഞെട്ടി ഉണർന്നെങ്കില്, സുബ്ഹാനല്ലാഹ്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബ്, എന്റെയും നിങ്ങളുടെ യജമാനനാകുന്ന സർവാധിനാഥനായ റബ്ബ് ഈ എന്നും ഇതിൽ കിടന്ന് സുഖിക്കുന്ന നിങ്ങളെ എത്ര അടിക്കുമെന്നോർത്ത് കരഞ്ഞു പോയതാ. സൃഷ്ടിച്ച റബ്ബിനെ ഓർത്തതാ. റബ്ബി നിങ്ങളെ മേലുള്ള സ്വാധീനത്തെ കുറിച്ച്, റബ്ബി നിങ്ങളെ മേലുള്ള അധികാരത്തെ കുറിച്ച്, റബ്ബിലേക്ക് നിങ്ങളെ തിരിച്ചു പോക്കിനെ കുറിച്ച്, റബ്ബ് നിങ്ങളോട് കണക്ക് ചോദിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയതാ. ഇബ്രാഹിം തങ്ങൾ കൊട്ടാരം വിട്ടിറങ്ങി ഇന്നു മുതൽ ഇബ്രാഹിമിന് കൊട്ടാരം വേണ്ട, ബൽഹ വേണ്ട, അതിസുന്ദരമായ കൊട്ടാരം വേണ്ട, രാജകീയ സൗകര്യങ്ങൾ വേണ്ട, എനിക്ക് അടിമകൾ വേണ്ട, മക്കള് വേണ്ട. അല്ലാഹ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായ പിൽക്കാലത്ത് പ്രസവിക്കപ്പെട്ട പൊന്നുമോൻ ഖുറാസാനിലെ മലമുകളിൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ വന്ന സംഭവം ചരിത്രത്തിലില്ലേ? ഉമ്മയോടുപ്പയൊന്നു കാണാൻ
ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ കണ്ട സമയത്ത് മഹാനായ ഇബ്രാഹിം തങ്ങളെല്ലാം തൊലിയുമായി സർവവും ഉപേക്ഷിച്ച് അതാവേശപ്രസന്നനായി എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തൊലിയുമായി പാവപ്പെട്ടവന്റെ ഹിദമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഉപ്പയെ കണ്ടപ്പോൾ ചെന്നൊന്ന് സലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഉപ്പാപ്പി തന്റെ മകനോടുള്ള സ്നേഹം തോന്നിയപ്പോൾ ഉടനെ തന്നെ എന്തിലെ ഒന്നിരിക്കൽ എന്നെ മരിപ്പിക്കണം, അല്ലെങ്കിൽ എന്റെ പൊന്നുമോനെ മരിപ്പിക്കണം, ഞങ്ങൾക്ക് ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ എന്റെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ നിന്ന് സർവം മാറ്റി നിർത്തി റബ്ബിനെ മാത്രം പ്രണയിച്ച എന്റെ ഹൃദയത്തിലേക്ക് ദുനിയാവ് കടന്നു വന്നുകൂടാ. ഇത്രയും കാലം കൊണ്ട് അധ്വാനത്തിന്റെ ഫലമായി നേടിയെടുത്ത ആത്മീയ കൈവിട്ടുകൂടാ. നീയാകുന്ന കാമുകിയെ വിട്ട് മറ്റൊരു കാമുകനും കാമുകിയും എന്റെ കൽബില് വന്നുകൂടാ. പറഞ്ഞു തീരുമ്പോഴേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നെങ്കിൽ ചില വാക്കുകൾക്ക് അങ്ങനെയാ, ചില സാന്നിധ്യങ്ങൾക്ക് അങ്ങനെയാ, ചില സ്പർശങ്ങൾക്ക് അങ്ങനെയാ, ചില കൂടലുകൾക്ക് അങ്ങനെയാ. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തങ്ങളെ ആ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചത് ഈ ഒരൊറ്റ വാക്കാണെങ്കിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഇസ്ലാം റളിയല്ലാഹു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഒരു മയ്യത്ത് കട്ടിലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ മയ്യത്തിനെ കുറിച്ചോർത്തിട്ട് മരണത്തെ കുറിച്ചോർത്തിട്ട് മരണത്തിന്റെ ഭീകരയെ കുറിച്ചോർത്തിട്ട് താൻ ചുമന്ന മയ്യത്തിനെ കുറിച്ചോർത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാ മയ്യത്ത് കട്ടിലിൽ നിന്നൊരു ശരീരം ഇബ്രാഹിം മരണത്തെ കുറിച്ചോർത്താൽ മതിയോ? മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ഓർത്തില്ല? ഞെട്ടിത്തെറിച്ചു പോയി. അന്ന് ബഹുമാനപ്പെട്ടവർ ആ കബറിൽ മറവ് ചെയ്ത ശേഷം ആളുകളൊക്കെ പിരിഞ്ഞപ്പോഴും പിരിഞ്ഞു പോയില്ല. ആ പിരിഞ്ഞു പോയ എല്ലാവരും പിരിഞ്ഞപ്പോഴും മഹാനവറുകൾ പിരിഞ്ഞില്ല. മഹാനവറുകൾ അല്പസമയം കൂടി നിന്നു.